ഒരു അനുഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. ഒരാൾ ലോൺ എടുത്തു, ഏകദേശം ഒരു 2500 KD അടക്കാൻ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പം കോവിഡ് സമയത്ത് നാട്ടിൽ പെട്ടുപോയി. ഏകദേശം ഒരു 1.5 വർഷം നാട്ടിൽ നിന്നു. രണ്ടാമത് വേറൊരു വിസ എടുത്തു, കുവൈത്തിൽ വന്നു. കുവൈത്തിലെ കോടതിയിൽ നിന്നും ഒരു വിളി വന്നു, നിങ്ങൾ ഇത്ര എമൗണ്ട് അടക്കാനുണ്ട്, പെട്ടെന്ന് തന്നെ ഈ ഒരു കളക്ഷൻ സെൻറ്ററുമായിട്ട്, ബാങ്കിൻ്റെ കളക്ഷൻ സെൻറ്ററുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ബാങ്കിൻ്റെ കളക്ഷൻ സെൻറ്ററിൽ പോയി. അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 3 വർഷത്തെ എമൗണ്ട് നമ്മൾ 1.5 വർഷം കൊണ്ട് തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കളക്ഷൻ സെൻറ്ററിൽ നിന്ന് അവരോട് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, സാലറി നമുക്ക് എത്രയാണോ സാലറി അവർ കാൽക്കുലേറ്റ് ചെയ്യും. നമുക്കിപ്പോൾ ഒരു 500 ദിനാറാണ് സാലറി എങ്കിൽ നമുക്ക് 100 ദിനാർ ഒരു ചിലവിനുള്ള എമൗണ്ട് ബാങ്ക് നമുക്ക് തരികയും ബാക്കി 400 ദിനാർ നമ്മൾ സാലറി വരുന്ന ആ ഒരു മുറക്ക് അവരെന്ത് ചെയ്യും, ആ 400 ദിനാർ നമ്മളെ സാലറിയിൽ നിന്ന് ഓട്ടോമാറ്റിക് എല്ലാ മാസവും കട്ടാക്കുകയും ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ആ സമയത്ത് ഉണ്ടാവുക. അപ്പോൾ 1.5 വർഷം നമുക്ക് എന്താവില്ല, 1.5 വർഷം നമ്മുടെ ഈ കടം വീടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ 400 ദിനാർ മാറ്റി വെക്കേണ്ടി വരും. 100 ദിനാറാണ് അവർ ചിലവിന് നമുക്ക് തരുള്ളൂ എന്നുള്ള ഒരു ഇൻഫർമേഷനും കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. കാരണം ലോണോ അല്ലെ അങ്ങനെ എന്തെങ്കിലും എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ ബാനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നാട്ടിൽ പോയി തിരിച്ച് വരുമ്പോൾ, നമ്മൾ തിരിച്ച് കുവൈത്തിലെത്തിയാൽ പിന്നെ നമുക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല, ട്രാവൽ ബാൻ ആയിരിക്കും. ഓക്കെ, ഇങ്ങോട്ട് കുവൈത്തിലേക്ക് ഇറങ്ങാൻ ഒരു ട്രാവൽ ബാനും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വരിക, എന്നിട്ട് ആ കടങ്ങളൊക്കെ വീട്ടുക. ഇപ്പോൾ മൊബൈലിൻ്റെ എന്തെങ്കിലും പെൻഡിങ് എമൗണ്ട് ഉണ്ട്, നമുക്ക് കുവൈത്തിലേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വരാം, ഒരു പ്രശ്നമില്ല, വരിക. പക്ഷേ ഈ ഒരു എമൗണ്ട് നമ്മൾ തീർത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുവൈത്തിൽ നിന്നും എക്സിറ്റ് ആയിട്ട് പിന്നെ നാട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി ഈ അവസരത്തിൽ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് കാണാം. ബൈ.